ഹേ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആക്ച്വലി ഞാനിപ്പോൾ ഡേ ടു ഡേ ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരാളാണ്. കാരണം UPSCയുടെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 years ആയിട്ടുണ്ട്, SSC അക്കാഡമി. ആൻഡ് ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ ഡേ ടു ഡേ കാണുന്നതാണ്. ഏകദേശം ഒരു 2000ഓളം സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരെയും ഞാൻ ഡേ ടു ഡേ കോൺടാക്ട് ചെയ്യാറുള്ള, ഒന്നിക്കലും മെസ്സേജ് ചെയ്യാറുള്ളതാണ്, അല്ലെങ്കിൽ വിളിക്കാറുള്ളത്. സോ എല്ലാവരും പ്രിപ്പറേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗരീമ ലോഹിയെ പോലുള്ള ആസ്പിറൻസ് ഒക്കെ അനുഭവിച്ച് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും അവരവരേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റിൽ ഇവരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു എക്സാമിൽ സെക്കൻഡ് റാങ്ക് അച്ചീവ് ചെയ്തതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ശരിക്കും ഏത് പൊസിഷനിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പല ആൾക്കാരും പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ടൈം കുറവാണ്, എനിക്ക് ഇത്ര ടൈം മാത്രമേ ഉള്ളൂ. സോ ഏതൊക്കെ ടൈമിലാണ് ഇവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇവർ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നിങ്ങളെപ്പോലെ ആൾക്കാർക്ക് നല്ലതാണ്. കാരണം കുറച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുഷ് ചെയ്യാൻ പറ്റും. സോ ബാക്ക് ടു ദ ടോപ്പിക്. ഗരീമ ലോഹിയ UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2020 സോ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു, പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുത്തു, പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. സോ തേർഡ് അറ്റംപ്റ്റിൽ അവർ തീരുമാനിച്ചു ഒരു ചെറിയൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം. പക്ഷേ ബീഹാറിൽ ഒരു കുഞ്ഞ് വില്ലേജിൽ ജീവിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഓഫ്ലൈൻ കോച്ചിങ് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. ആൻഡ് അവിടെ ബീഹാറിലെ വില്ലേജിലൊന്നും ഒരു ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കാര്യങ്ങളില്ല. സോ അവർ വിചാരിച്ചു, ഓക്കെ ഒരു ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് ഗൈഡൻസോടെ മുമ്പോട്ടേക്ക് പോവാം. സോ അറ്റ് ദ സെയിം ടൈം ഓൺലൈൻ കോച്ചിങ് എന്ന് വെച്ചാൽ അതും ഭയങ്കര എക്സ്പെൻസീവായി. സോ ആ സമയത്ത് അവർ കണ്ടു ഏകദേശം ഒരു 1000 rupees ഫീസ് വരുന്ന, മന്ത്ലി 1000 ഫീസ് വരുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ കണ്ടു. അവരത് ജോയിൻ ചെയ്തു. എല്ലാവരും പറയാൻ തുടങ്ങി അവിടെയും ഇവിടെ ആൾക്കാർ ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സമയത്ത് നീ കുഞ്ഞ് 1000 rupee ഫീസും കൊടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല. സ്റ്റിൽ അവരെന്താണോ പഠിക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത്, ആ മെറ്റീരിയൽ അവർ സ്റ്റിക്ക് ചെയ്തിരുന്നു. അവർ ആ മെറ്റീരിയൽ താറവായിട്ടിരുന്ന് പഠിച്ചു. ആൻഡ് അവർ മാക്സിമം ഡേ ടു ഡേ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിച്ചു. ആൻഡ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഗരീമയ്ക്ക് 3 മണി തൊട്ട് രാത്രി 8 മണി വരെ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യണം. ഈ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്താലേ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ, ആൻഡ് ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫീസ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ രാത്രി 8 മണി തൊട്ട് പിറ്റേ ദിവസം 3 മണി വരെയുള്ള സമയം കയ്യിലുള്ളത്. സോ 8 തൊട്ട് 10 വരെയും രാവിലെ തൊട്ട് 3 മണി വരെയും പഠിക്കാമെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് 3 മണി വരെ വീട്ടിൽ കുട്ടികളുണ്ട്, അവർ ബുദ്ധിമുട്ടുണ്ടാക്കും പഠിക്കാൻ വേണ്ടിയില്ല. അപ്പുറത്തിപ്പുറത്തുള്ള TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ സൗണ്ടൊക്കെ കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയ ഗരീമ ലോഹി എന്ത് ചെയ്തു, ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തു. ആ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 3 മണിക്ക് ജോബിന് പോയി രാത്രി ഒരു 8 മണിക്ക് തിരിച്ചെത്തുമല്ലോ, 9 മണിക്ക് പഠിക്കാനിരിക്കും. സ്റ്റഡി ടൈമാണ് 9 മണിക്ക്. സോ 9 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ 9 PM to 9 AM കറക്റ്റ് 12 hours രാത്രി ഇരുന്ന് പഠിക്കും. രാത്രി 12 മണിക്കൂർ ഇരുന്ന് പഠിക്കും തീരുമാനിച്ചു. രാത്രി 8 മണിക്ക് എല്ലാം ജോബ് കഴിഞ്ഞ് സ്ട്രെസ്ഫുള്ളായിട്ടാണ് വരുന്നത്. എന്നിട്ടും രാത്രി 9 മണി തൊട്ട് രാവിലെ 9 മണി വരെ 12 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആവുമ്പോൾ തന്നെ ക്ഷീണിച്ച് വീഴും. പക്ഷേ ഇവർ ജോബും കഴിഞ്ഞ് വന്നിട്ട് രാത്രി തൊട്ട് രാവിലെ വരെ ഇരുന്ന് പഠിച്ചു. 9 മണി രാത്രി തൊട്ട് 9 മണി രാവിലെ വരെ. എന്നിട്ട് രാവിലെ 9 മണിക്ക് കിടന്നുറങ്ങും. 9 മണി തൊട്ട് ഒരു 2 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി വരെ കിടന്നുറങ്ങും. കാരണം കുട്ടികൾ രാവിലെ 9 മണിക്ക് എഴുന്നേക്കും, അപ്പോൾ ഇവർ കിടന്നുറങ്ങും, ശല്യമില്ല. ആൻഡ് 3 മണിക്ക് വൈകുന്നേരം എഴുന്നേക്കും, ജോബിന് പോവും. രാത്രി 8 മണിക്ക് എത്തി 9 മണിക്ക് പഠിക്കാനിരിക്കുമ്പോൾ കുട്ടികൾ കിടന്നുറങ്ങും. സോ ഒരു പ്രോബ്ലം ഇവർ കണ്ടു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കാൻ പറ്റില്ല, കുട്ടികൾ ശല്യം ചെയ്യും. സോ രാത്രി 9 മണിക്ക് കുട്ടികൾ ഉറങ്ങും, ഇരുന്ന് പഠിക്കും. രാവിലെ കുട്ടികൾ 9 മണിക്ക് എഴുന്നേക്കും, അപ്പോൾ കിടന്നുറങ്ങും. ഒരു പ്രശ്നമില്ല, മിക്സിയുടെ സൗണ്ട് ഒന്നും രാവിലെ ഉറങ്ങുന്ന സമയത്ത് മൈൻഡിലേക്ക് എത്തൂല. ആൻഡ് 2 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്ക് എന്തിനു പോവും, ജോബിന് പോവും. പ്രോബ്ലവും കണ്ടു, അതിൻ്റെ സൊല്യൂഷനും അവരെന്ത് ചെയ്തു, കണ്ടു. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു. കൃത്യം 1 വർഷം പ്രോപ്പറായിട്ട് പഠിച്ചു. പ്രിലിംസ് അച്ചീവ് ചെയ്തു, മെയിൻസ് അച്ചീവ് ചെയ്തു, ആൻഡ് ഇൻ്റർവ്യൂ വരെ എത്തി. ഇൻ്റർവ്യൂ അച്ചീവ് ചെയ്തു. ഫൈനലി റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് റാങ്കാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇതുപോലുള്ള സ്റ്റോറീസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ബാച്ചിലർ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ സ്വയം പുഷ് ചെയ്യാൻ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല ആൾക്കാരും ഞാൻ അനുഭവിച്ചൊക്കെ കുറച്ച് ഇത്ര എന്തായാലും വരില്ല എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. സോ നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണല്ല ഞാൻ പറയില്ല. പ്രഷർ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ബാക്കിയുള്ളവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ ശരിക്കും നിങ്ങൾക്ക് ആക്ച്വൽ റിയാലിറ്റി ഹിറ്റ് ചെയ്യുള്ളൂ.
സോ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഉണ്ടായിരിക്കണം. കാരണം ഇവരൊക്കെ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്താലും മുമ്പോട്ട്.